ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഹരിത കർമ്മസേന നടത്തുന്ന പ്രവർത്തനം എടുത്തു പറയേണ്ട ഒന്നാണ്. യാതൊന്നും പ്രതീക്ഷിക്കാതെയാണ് രാപ്പകൽ ഇവർ ക്യാമ്പുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യുന്നത്. ദുരന്തമുഖത്തു നിന്നും രക്ഷപ്പെട്ടു വരുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ അവർ നിക്ഷേപിക്കുന്ന വേസ്റ്റുകളും മറ്റ് മാലിന്യങ്ങളും എല്ലാം തന്നെ നീക്കം ചെയ്യുന്നതിൽ ഹരിതസേന വഹിക്കുന്ന പങ്ക് വലുതാണ്. നമ്മളോടൊപ്പം ചേരുന്നത് മേപ്പാടി ക്യാമ്പിലുള്ള ഹരിതസേന അംഗങ്ങളാണ്. എത്തരത്തിലാണ് ഇവിടെ വരുന്ന വേസ്റ്റുകളെല്ലാം ഒരു ലാഭേച്ഛയും ഈ ദുരന്തത്തോടൊപ്പം ബിന്നുകൾ വെക്കും അവർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്താക്കും, അവരോട് പറഞ്ഞു കൊടുക്കും. ചില ആളുകൾ അങ്ങനെ ചെയ്യില്ലെങ്കിൽ നമ്മൾ എന്താക്കും, നമ്മൾ തന്നെ അത് വേർതിരിച്ച് വെച്ചിട്ട് നമ്മളത് ഇവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് മീനങ്ങാടി പഞ്ചായത്തിലേക്ക് അവരുടെ ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ച് നമ്മൾ അവർക്ക് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. എത്ര പേരാണ് നിങ്ങളിവിടെ? ഞങ്ങളിപ്പോൾ പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ നിന്ന് എല്ലാ ദിവസവും 5 പേര് വെച്ച് ഡ്യൂട്ടിക്ക് ഇവിടെ വരുന്നുണ്ട്. നേരത്തെ എടുക്കുന്നതിനേക്കാളും ഇപ്പോൾ ക്യാമ്പ് തുടങ്ങിയ വേസ്റ്റിൻ്റെ അളവ് എണ്ണം ഭയങ്കര കൂടുതലാണ്. ഫുഡ് വേസ്റ്റാണ് കൂടുതലും വരുന്നത്. പിന്നെ മറ്റ് പ്ലാസ്റ്റിക് കുപ്പി അങ്ങനത്തെയും വരുന്നുണ്ട്. എല്ലാം നമ്മൾ വേർതിരിക്കും. പിന്നെ പഴയ തുണികൾ ഇവിടെ വരുന്നുണ്ട്. അത് കൊടുക്കരുതെന്ന് എല്ലാവരും പറഞ്ഞതാണ്, എന്നാലും ഇവിടെ വരുന്നുണ്ട്. അതും നമ്മൾ എന്താക്കുന്നുണ്ട്, വേണ്ടാത്ത എല്ലായിടത്ത് ചാക്കാക്കിയിട്ട് നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്. അതേപോലെ ഈ ഒരു യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ ഇവരുടെ ഈ ദുരന്തത്തിനൊപ്പം നിൽക്കുകയാണോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് വന്നൊരു ദുരിതമല്ലേ, നമ്മുടെ നാടിന് വന്നതല്ലേ. അപ്പം നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴാണെങ്കിലും അവർക്ക് ബോധ്യം ഉണ്ടാകണം. നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകണം. നമ്മളെല്ലാവരും വ്യാപകമില്ലാതെയാണ് ഇവരുടെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. മുൻപ് എടുത്തുകൊണ്ടിരിക്കുന്ന ജോലി ഭാരത്തേക്കാൾ കൂടുതലാണ് ഇപ്പോൾ. അതിലൊന്നും തന്നെ ഒരു പ്രയാസവും ഇവർ പ്രകടിപ്പിക്കുന്നില്ല. അത്തരം പ്രതികരണങ്ങൾ നമ്മളോട് നൽകുകയായിരുന്നു ഹരിതസേനാംഗങ്ങൾ.